ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ മലപ്പുറത്ത് കൂടെ ഒക്കെ ഒന്ന് പോവുകയാണ്. ലിയക്കുട്ടി ഉണ്ടായാലും എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് പോണത്. കുടുംബത്തിൽ കൂടിയും കൂട്ടത്തിൽ കൂടിയൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അത്യാവശ്യമുള്ളതിന് പോകുക എന്നല്ലാതെ ഇങ്ങനെ ഒരു പോക്ക് ആദ്യമായിട്ട് പോവുകയാണ്. ഒന്നാമത് കൊറോണൻ്റെ ബേജാറ് ഉണ്ടായ അന്ന് തുടങ്ങിയതാണ് ഈ കൊറോണൻ്റെ ഇറങ്ങേറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലിച്ചുവിനാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഓണ്ടായാരെ കോഴിക്കോടൊക്കെ ഒന്ന് പോയിനി. പിന്നെ ലിയക്കുട്ടീനെ ആയിട്ടുണ്ടാവില്ല ഓരോ റെസ്റ്റും കാര്യമൊക്കെ ഒന്നായിട്ട് കുറേ ആയി എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നെടുത്തതാണ്. നമ്മളിപ്പോൾ 2-3 ദിവസം മുന്നെടുത്ത കാറെടുത്ത വീഡിയോൻ്റെ ഒക്കെ മുന്നെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി പറഞ്ഞത് നമ്മളിപ്പോൾ വാങ്ങിയ വണ്ടിയല്ല, പെരയത്തെ ആങ്ങളുടെ വണ്ടി എടുത്തോണ്ടൊന്നാണ്. അപ്പോൾ മലപ്പുറത്തൊരു വണ്ടി നോക്കാൻ പോവുകയാണ്. ഇത് വാങ്ങുന്നതിൻ്റെ മുന്നേ അവിടെ OLX ഒരു വണ്ടി ഉണ്ടെന്ന് കണ്ടിട്ട് അത് നോക്കാൻ പോവുകയാണ്. എന്നാൽ പിന്നെ അതിനെറ്റാൻ പോയിട്ട് ആ വണ്ടി എങ്ങാനും പറ്റിയിട്ടില്ലെങ്കിൽ അവിടെറ്റാൻ പോയത് വെറുതെ അതിന് ഖേദം വേണ്ടല്ലോ. എന്നാൽ കോട്ടക്കുന്നൊക്കെ ഒന്ന് കയറാമെന്നൊക്കെ വിചാരിച്ചായിട്ട് ഉച്ചക്കത്തെ ചോറൊക്കെ തിന്ന് അങ്ങനെ ഇറങ്ങിയതാണ്. ഉച്ചരിഞ്ഞിട്ട് ചോറിന്നിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ഉറക്കുണ്ടാകണാണ്. അപ്പോൾ ലിയക്കുട്ടിക്കാണെങ്കിലും ഉറക്കുണ്ട്, ലിച്ചാണെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്താണ്. അവിടെ എത്തുമ്പോക്കിനൊക്കെ ഒന്ന് സാറായിക്കോളൂ വിചാരിച്ച് ഏതായാലും ഞങ്ങൾ പോന്ന് മലപ്പുറത്തേക്ക് ഏകദേശം എത്താനാണ്. എന്നാൽ വയ്യൊന്നും വലിയൊരു പുടിയാടത്തില്ലാണോ. പിന്നെ എന്തൊരു സ്ഥലത്തിന്റെ പേര് അങ്ങനെ പിന്നെ കുറച്ചൊക്കെ വൈകി ഇങ്ങനെ ചോദിച്ച് പോയി. പിന്നെ ഏതായാലും ആ കച്ചവടം ഉള്ള പാർട്ടിക്ക് വിളിച്ചായിട്ട് പറഞ്ഞാൽ ലൊക്കേഷൻ അങ്ങോട്ട് അയച്ചു തരാൻ. അത് നോക്കിയായിട്ട് അങ്ങനെ അവിടെ പോയി. ഏതായാലും വണ്ടിക്കട കണ്ടുപിടിച്ച് ഒരു ഷോറൂമേ ഇനി ഇങ്ങനെ വണ്ടികൾ നിർത്തിയിട്ടേ. ഇപ്പോൾ OLX കണ്ടപ്പോൾ അങ്ങനെ കയറി വയ്ക്കുകയാണ്. അപ്പോൾ ഇതേനി നമ്മൾ നോക്കിയ വണ്ടി 2015 മോഡലാണ്. പിന്നെ കുറഞ്ഞ ഓട്ടേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാട്ടെ 4 ലക്ഷം റുപ്യ വിലയൊക്കെ പറഞ്ഞ് അങ്ങനെ നോക്കിയേനി. അപ്പോൾ അതിങ്ങനെ നോക്കുകയാണ്. നോക്കി നോക്കുമ്പോൾ അതിന് ചെറിയൊരു തട്ടുമുട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു തോന്നൽ. ഏതായാലും പോളീഷൊക്കെ ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടാണ്ടപ്പോഴേ. അപ്പോൾ ഏതായാലും കടയിൽ നിന്നായപ്പം പിന്നെ ഫാമിലി യൂസും അല്ല, വേറെ എവിടുന്നോ കയറ്റി വന്ന വണ്ടിയാണ്. അങ്ങനെയൊക്കെ പാടായപ്പോൾ പിന്നെ അതെന്തായാലും വേണ്ടാച്ചി. അപ്പോൾ ഇതാ അവിടെ ഒരു കണ്ടില്ല ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ഇതേമാതിരി. അപ്പോൾ നമുക്ക് റിഡ്സ് തന്നെ വേണമെന്നുള്ളവർക്ക് പോയി നോക്കുമ്പോൾ ഒരു കറക്കും ഒരു വെളുപ്പമുള്ളൂ റിഡ്സ്. പിന്നെ സിറ്റൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ OLX ഒക്കെ കാണുമ്പോഴേ നല്ല വൃത്തിയുള്ള ഫോട്ടോ നല്ല ഉഷാറിക്കാരെ കാണാൻ. അവിടെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ശരിക്കുള്ള രൂപം കണ്ട് അറിയലേ. ഇങ്ങനെ ഒരുപാട് വണ്ടികൾ പോയി നോക്കിയാണ്. അതിന് എല്ലായിടത്തേക്കും മൂപ്പര് ചങ്ങായിമാരെ കൂട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കൊക്കെ പോയി നോക്കലാണ്. ഇതിപ്പോൾ ഈ കോട്ടക്കുന്ന് കൂടിയും പോകാമെന്നുള്ളവർക്കാണ് പോയതുകൊണ്ട് ഞങ്ങൾക്കും കൂടെ പോകാനായി ഒക്കെ ഒന്ന് കണ്ട്. അങ്ങനെ ഏതായാലും കുറേ തിരഞ്ഞാണ് അവസാനം ഇപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ ഉഷാറായി നല്ല വണ്ടിയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച അതിലൊക്കെ ഇങ്ങോട്ട് കിട്ടിയാണ്. ഏതായാലും അങ്ങനെ ഇതാ ഞങ്ങൾ പോകുന്നതായിട്ട് ഈ പാലപ്പം ഏതാ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ആ പാലൊക്കെ കടന്നാണ്. ഇത് കാണുന്ന മലപ്പുറത്തായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഇതാ നമ്മളെ MSP ക്യാമ്പിൻ്റെ അവിടെ എത്തിയാണ്. ഈ നീല കളർ മതിലുണ്ടാലിന് അറിയാലോ അല്ലേ, അവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഏരിയ മൊത്തം ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിക്കാണ്. അപ്പോൾ ഈ വൈക്കൊക്കെ നമ്മൾ വേറെ എടുക്കാൻ പോയപ്പോഴൊക്കെ പോയിണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് അതൊക്കെ ശ്രദ്ധിച്ചത്. അങ്ങനെ ഇതാ പോകുന്ന ഏതായാലും മലപ്പുറം ടൗണിലെത്തിയാണ്. മലപ്പുറം ടൗണ് പിന്നെ തിരിച്ചറിയൽ ഈ ഒരു റൗണ്ട് കാണുമ്പോഴാണല്ലോ അല്ലേ. ഇങ്ങനെ ഒരു മലയാള മനോരമൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, മലപ്പുറത്തിൻ്റെ ഒരു അടയാളമാണ് അത് ഏതായാലും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ നമ്മളെ കോട്ടക്കുന്നിക്കുള്ള വൈക്കൂടെ പോകുന്നതായിട്ട്. ഏതായാലും കോട്ടക്കുന്നിൻ്റെ കയറ്റം കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ഇപ്പോൾ കാര്യമായിട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ മനോരമൻ്റെ പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ കയറി വെക്കുകയാണ്. അപ്പോൾ നല്ല ആൾക്കാരൊക്കെ വരല് തുടങ്ങിയാണ്. വണ്ടികൾ ദഷ്ടമാതിരി നിർത്തിയിട്ടാണ്. ഈ കോട്ടക്കുന്ന് പറഞ്ഞത് തുറന്ന ഉടനൊക്കെ പോയിട്ടോ. അങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കുറേ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലേ അത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ പോയി അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇതിൽ കൂടെ പോവുകയാണ് ഇതിൻ്റെ രസം ശരിക്കും. ആ കോണിയും പടികളൊക്കെ കയറി ഇങ്ങനെ പോകണം. അതിൽ പിന്നെ ഏതായാലും ഈ കുട്ടീനെയൊന്നും കുട്ടികളൊന്നും കയറൂല വിചാരിച്ചിട്ട് റോട്ടിന് തന്നെ പോകാൻ വിചാരിച്ച് അതിൽ ഇവിടുന്ന് തിരിച്ചായിട്ട് മറ്റേ കൂടെ റോട്ടിന് കയറിട്ടോ.
അവിടെ ആകുമ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് എത്താലോ ഈ കയറ്റം കയറാതെ. നടന്ന് കാണാൻ രസം ഈ കയറ്റം കയറുന്നത് തന്നെയാണ്. അപ്പം ഞാൻ വിചാരിച്ച മുകളിൽ ഗ്രൗണ്ടിലെത്തിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കീപ്പിട്ട് ഇറങ്ങാം, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ എനിക്ക് കരുതീനെ. അതൊന്നും നടന്നില്ല. അവിടെ ചെന്ന് ആ പാർക്കും ഇതൊക്കെ അങ്ങോട്ട് കണ്ടു നോക്കുമ്പോൾ തന്നെ കുട്ടികളെ ഇന്ന് ഇങ്ങോട്ട് കിട്ടണ്ടേ. അല്ല, ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടുത്തെ ഒരു ജീവിതശൈലി പറഞ്ഞാൽ ഇങ്ങനെ അടച്ചിട്ട് നിൽക്കല്ലേ. പുറത്തേക്ക് ഇറക്കിയാലും പേടി, പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ആരെങ്കിലും കൂടെ വേണോ അങ്ങനെയൊക്കെ. ഇവിടെ തോടും അതും ഇതും പിന്നെ താഴെ മതിലില്ലാത്തൊക്കെ ആകുമ്പോൾ ഞാൻ അധികം ഒത്തടച്ചിടലാണ്. ഒരു നിരന്ന് മണ്ടി കളിച്ചാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ ഓൾക്ക് നല്ല തൃപ്തി. അങ്ങനെ ആകെ ചാടലും മറയലും കളിക്കലും ആയിട്ട് അവിടെ തന്നെ അങ്ങോട്ട് നേരം കണക്കായി. കീപ്പെട്ടൊന്നും ഇറങ്ങാൻ കൂടിയില്ല. പിന്നെ ഇവിടെ വണ്ടിയൊക്കെ നോക്കിയായിട്ടല്ല അങ്ങോട്ട് പോണേ. ഇപ്പോൾ തന്നെ ഏകദേശം നേരം കണക്കായിന്. അങ്ങനെ പിന്നെ ഇവിടെ എൻട്രി പാസ്സൊക്കെ ഉണ്ട്. വലിയവർക്ക് 20 ഉറുപ്പ്യയും കുട്ടിക്ക് ലിനുവിന് 10 ഉറുപ്പ്യ എന്നുള്ള കോലത്തിൽ, വലിയവർക്ക് രണ്ടാക്കും കൂടി 40 ഉറുപ്പ്യ അങ്ങനെ. അപ്പോൾ വണ്ടിയൊക്കെ ഏതായാലും ഇതാ ഗ്രൗണ്ടിൽ എത്തിക്കണ. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. നേരെ ഇപ്പോൾ തന്നെ വൈകുന്നേരമായിണ്. ഏതായാലും ആ ചിൽഡ്രൻസ് പാർക്കിക്ക് അവിടെ എത്തിയാൽ പിന്നെ കൈ പിടിച്ചു നേരെ അങ്ങോട്ടാണ് പോകല്. അവിടെ കുറച്ച് ചാടാനും മറിയാനൊക്കെ ഉണ്ടല്ലോ, അതിൽ പോകാൻ വിചാരിച്ചിട്ട്. പിന്നെ അപകടം ഉള്ളതിലൊന്നും കയറ്റിയില്ല, കാരണം ഒന്നിന് കയറിയാൽ പിന്നെ ചെറിയറ്റങ്ങൾക്കൊക്കെ കയറേണ്ടി വരും. അപ്പോൾ ലിനുവിനെ മാത്രം കയറ്റിയിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ചാടാൻ പറ്റിയതിൽ കറക്റ്റ് വിചാരിച്ചിട്ട് അയക്കുള്ള ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ ഈ വൈകുന്നേരം നേരം ഇങ്ങോട്ട് വന്നാൽ നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷമൊക്കെ ഇക്കാരല്ലോ ഇവിടെ. നല്ല നിരന്ന സ്ഥലവും നല്ല കാറ്റൊക്കെ ആയിട്ട് അവിടെയും ഇവിടെയും കുത്തർന്ന് ഇങ്ങനെ വർത്താനം പറയുന്നവർക്കൊക്കെ നല്ലൊരു ഇതാണ്. ചെബലിയും കൊണ്ടാവുന്നൊന്നും നടക്കൂല. ഓല് പരക്കം പായാണ്, ഓൽക്ക് കളിച്ചാലുള്ള കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും അതിനുള്ളൊക്കെ നോക്കുകയാണ്. ഓലൊക്കെ ഓരോ ഭാഗത്താക്കിയിട്ട് ഓല് എൻജോയ് ചെയ്യട്ടെ എന്ന്. നമ്മൾ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് ഇനിയിട്ടോ വന്നിനി, കോട്ടക്കുന്നൊക്കെ ഇനി വന്നിനി. അപ്പം അതിൻ്റെ കുറേ മെമ്മറീസും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് അങ്ങനെയൊക്കെ പോയിന് അങ്ങോട്ട്. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോണതാണ്. ഇപ്പം ഏതായാലും പോന്നിട്ട് കുറേ ആയി, പ്രത്യേകിച്ച് കൊറോണൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഓൽക്ക് ഈ ആദ്യ സാധനത്തേക്കാണ് കയറേണ്ടത്. അപ്പം അതിനുള്ളത് തരിയാണ്. ഇവിടെ തന്നെ പെരയിൽ തന്നെ ബെഡ് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് ചാടി കുത്തി മറിഞ്ഞ് ചേലായതല്ലേ. അപ്പം ഇത് അപ്പം നമ്മൾ ചീത്ത അറിയല്ലോ. അല്ല, ഓൻ വിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോക്കിന് ഓല് ചാടി മറിച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുമ്പോൾ ഇപ്പോൾ ആരും ചീത്ത അറിയണ്ടാവില്ലല്ലോ. അപ്പം അതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പോൾ അതിന് തിമിർക്കാനുള്ള പരിപാടിയാണ്. അവിടെ അവിടെ ബോക്സിങ് നടത്തണതാ ആ വരുന്നതിൻ്റെ ഉള്ളിൽ കൂടെ. കേറി പോണേക്ക് ഇടയ്ക്ക് കയറണേ. മേലെത്തിട്ടോ, മേലെത്തി. അതെന്താ കാട്ടിന്റെ അറിയില്ല. അത് നോക്കണേ. അങ്ങ് ചാടണം. നീക്കി നീക്കി ചോടാ. പിഴിഞ്ഞിട്ട്
അവിടെയാണെങ്കിൽ ഇങ്ങനത്തത് 2-3 ഉണ്ട്. അപ്പോൾ ഒന്നൊന്ന് എങ്ങനെയെങ്കിലും ആട്ടിത്തൊളിച്ചും ഇങ്ങോട്ട് ഇറക്കുമ്പോക്കിന് മറ്റേ കാണുമ്പോൾ അയക്കാണ്ട് ഓടിക്കോറും. അങ്ങനെ ഏതായാലും അതിന്നും ഇങ്ങോട്ട് പോരുന്നില്ല. എല്ലാത്തിലും ഒന്ന് കയറി മറിഞ്ഞിട്ടേ ഓല് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഷാളൊക്കെ കഴിച്ച് കെട്ടി ഒരുങ്ങാണ് ചാടാൻ. അപ്പോൾ ലിച്ചുവിനാണെങ്കിലും ഉയരം വെച്ച് നല്ലോണം കയറണുണ്ട്. അതേമാതിരി കീഞ്ഞിറങ്ങാനും ഒക്കെ. അവിടെ ഈ ഭാഗമൊന്നും ശരിക്കും കയറാനുള്ളതല്ല. അവിടെ അങ്ങനെ ചവിട്ടി കയറാനുള്ളതില്ല, കീയാനുള്ള സ്ഥലമാണ്. അപ്പം അതുമ്മ കൂടെ ചവിട്ടി കയറി. കയറാനുള്ള സ്ഥലം ഇപ്പുറത്ത് സ്റ്റെപ്പ് കയറുണ്ട്. ഓനെ ഇമ്മ കൂടെ തന്നെ ചവിട്ടിയായിട്ട് കയറി. അവിടെ തന്നെ കീയോ, അതിൽ തന്നെ കീയോ. ഓനോട് കീയാൻ പറയും. ഓനോട് കീയാൻ പറയും. പോവഞ്ഞി ലിയ ലിയ ചിച്ച 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 ലിയ 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 ചിച്ച ചിച്ചി ചിച്ചി ഇങ്ങോട്ട് ഇങ്ങോട്ട്. വെള്ളാക്കണ്ട വെള്ളാക്കണ്ട അറിയാം. ഇച്ചി കയറി അതിനോട് വേണ്ട. ഇവിടുന്നൊക്കെ വീഡിയോ എടുക്കുമ്പോഴുള്ള ഗതിയുടെ എന്താ വെച്ചാൽ വൈകുന്നേരം ലങ്ങ പാട്ടിട്ടുണ്ടാവും. നമുക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇതിൽ ഇടുമ്പോൾ കോപ്പിറൈറ്റ് വരുമോ എന്നുള്ള ബേജാറുണ്ട്. ഏതായാലും അവിടെയൊക്കെ ഞാൻ അങ്ങോട്ട് സൈലൻ്റ് ആക്കിയാണ്. ആ പാട്ടും ആ ഒരു മൂഡും ഒക്കെ പാടെ കൂടുമ്പോഴാണ് വീഡിയോൻ്റെ രസം കിട്ടുക, അറിയാഞ്ഞിട്ടല്ല. ഏതായാലും അവിടെ നിന്നായിട്ടൊരു സെൽഫിയും കുറച്ച് ഫോട്ടോകളൊക്കെ ഒന്ന് എടുത്ത് നല്ല ഇഷ്ടമാണ് ഈ ഒരു ചെടീൻ്റെ അടുത്ത് ഈ ഒരു സ്ഥലം. അത് ആ ഒരു വെള്ളം കളിയൊക്കെ പാടുണ്ടാവുമ്പോൾ പിന്നെ കണ്ടില്ലേ നേരെ വൈകുന്നേരമായിരുന്നു. എന്താല്ലേ ആകാശത്തിൻ്റെ ഒക്കെ ഒരു ചുവക്ക് കാണാൻ നല്ല ചിത്രം വരച്ച് എഡിറ്റ് ചെയ്ത മാതിരി ഉണ്ട്. ഒരൊറ്റ വീഡിയോയിൽ തന്നെ നല്ല അടിപൊളി വ്യൂ ഇനി. പിന്നെ അവിടെ ഇതേമാതിരി ചെടികളും നടക്കാനുള്ള വയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ. അങ്ങോട്ടൊക്കെ പോകാനായപ്പോൾ നേരെ ഇഷ്ടമായി. പിന്നെ ഓല ഇന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണ്ടേ, ഇതിൽ ചാടുകയല്ലേ കിടന്നിട്ട് പിടിച്ചോടത്തും പറഞ്ഞെടുത്ത് കുട്ടികളെ കിട്ടുന്നില്ല. അങ്ങനെ ഏതായാലും നമ്മളാ കയറി ചെന്ന് അവിടെ ചെന്ന് കോട്ടക്കുന്നാണെന്ന് അറിയണമെങ്കിൽ ഈ സാധനമൊക്കെ ഒന്ന് കാണേണ്ടത്. ആ ബേക്ക് മാത്രം കണ്ടിട്ട് പോന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ അല്ലേ അതിൻ്റെ രസം. ഈ ചെങ്കല്ലിൽ കൊത്തി നല്ല ചുവപ്പ് കളറിൽ ഒരു ആർട്ടൊക്കെ ചെയ്ത് വെച്ചത്. അപ്പം ഇങ്ങനത്തെ ഓരോ സ്തൂപങ്ങളാണല്ലോ ഇതിൻ്റെ രസം തന്നെ. ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. ഇതിമേലൊന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാ അവിടെ ലിയക്കുട്ടിനെ ഇറക്കി വെച്ചപ്പോൾ പായാണ്. കാരണം നിരന്ന സ്ഥലമല്ലേ, കട്ടൊക്കെ അങ്ങനെ ഇട്ടിട്ടേ. മറ്റോടത്തൊന്നും കല്ലായതുകൊണ്ട് പിന്നെ ഇറക്കി വെച്ചിട്ടില്ല. ഇനി തട്ടി തടഞ്ഞ് വീകും വിചാരിച്ചിട്ട് ഇപ്പോൾ പെർമാനിച്ചായി പോവുകയാണ്. നേരെ പോണ അവിടെ എന്തോ ഒരു കച്ചവടം ഉണ്ട് അങ്ങോട്ടാ. ആരും മാണ്ടോക്ക് ഉസ്താറായി പോവുക. അപ്പോൾ ഇതാ മറ്റവനും വൈത്തരെ പോയി നോക്കുമ്പോൾ മുതിർത്തുമേ പേര് എഴുതണാണ്. ഒരു വിചാരിച്ച അവിടെ എന്താ ബുക്കാണെന്നാ. ഞാനിതാ ഐസ്ക്രീം മാങ്ങണോടത്ത് കണ്ടുപിടിച്ചാണ്. അപ്പം ഇനി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങട്ടെ വിചാരിച്ചു. ഇവിടെ ഇതാ പല ഫ്ലേവറുള്ള ഐസ്ക്രീം ഇങ്ങനെ ആക്കി എത്തിക്കാണ്. ഓരോ സ്കൂപ്പ് അതിമേലാക്കി തരികയാണല്ലോ. അതോ അതാ അവിടെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന അമ്മാതിരി സാധനത്തിന് എങ്ങനെ ആയാലും ഒരു 10 റുപ്യ ഏറെ തന്നെക്കാറല്ലേ. അത് എന്താണെങ്കിലും ഇനി പൊരിയാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് നിന്നാണെങ്കിൽ ഇവിടെ തന്നെ വാങ്ങും വേണ്ടേ. പോലെ ഉപജീവനവർക്കും അത് തന്നെയല്ലേ. അപ്പോൾ ഏതായാലും അതൊക്കെ ഓരോന്നും വാങ്ങി. ലിയക്കുട്ടിക്ക് ഐസ്ക്രീം ഇനി വാങ്ങി. ഒക്കെ ഇനി ഇത് കുടിച്ചായിട്ട് ചിന്തു വിചാരിച്ചായിട്ട്. അപ്പോൾ പിന്നെ അതിലൊരു വ്യത്യാസം കണ്ടപ്പോൾ ലിച്ചുവിനെ അത് നോക്കണം. അങ്ങനെ ഏതായാലും പറഞ്ഞില്ലേ മേലിക്കൂടെ ആകെ തേച്ചി. ഐസ്ക്രീമല്ലേ ഇത്, കുറച്ചു നേരം കഴിഞ്ഞാൽ ഉരുകണ സാധനമല്ലേ. അപ്പോൾ എന്തേലും പൊരി വാങ്ങി കൊടുത്താൽ മതി, അല്ലേ വെള്ളം വാങ്ങി കൊടുത്താൽ മതി ഇനിയൊക്കെ പറയുന്നേ. അങ്ങനെ ഏതായാലും അതൊക്കെ കുറച്ചു നേരം അവിടെ കുത്തിർന്ന് തിന്ന് കുറച്ചു നേരം നടങ്ങിയിരിക്കട്ടെ വിചാരിച്ചു. അതിലൊക്കെ ചാടിയായിട്ട് നല്ലോണം കുഴങ്ങിനോല്. എന്നിട്ട് പിന്നെ ബാക്കി നടത്തിച്ചാൽ മതിയല്ലോ.
കുറേയൊക്കെ മാസ്ക് വെച്ചിട്ടും പിന്നെ കുറേ വെക്കാതെയും അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കേനി. അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ നമ്മളങ്ങനെ കാര്യമായിട്ട് പുറത്തൊന്നും പോകയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ 2-3 ആൾക്കാർ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് വന്നിട്ട് മലപ്പുറം ഡയറീസത്തെ വീഡിയോ ചെയ്യുന്ന ആളല്ലേ, മലപ്പുറം ഡയറീസ് ചാനൽ നിങ്ങളതല്ലേ, ഞങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ ഭയങ്കര സന്തോഷമായി. പിന്നെ ഓൽക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിലൊന്നും ഓല എടുത്തിട്ടില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. മലപ്പുറക്കാർ ആരൊക്കെ ഉണ്ട് ഈ കോട്ടക്കുന്നിൻ്റെ അടുത്തുള്ളവരെ ഓലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫോട്ടോ കുറച്ച് ദിവസം മുന്നേ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളെ നാട്ടിൽ വന്നീനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്. ഏതായാലും ഭാഗ്യവന്മാരെ മക്കളെ ഇങ്ങനത്തെ അടുത്തൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞതേ. നിങ്ങൾക്ക് പോകാൻ എളുപ്പമായി, കാരണം മുറ്റത്തെ മുല്ലക്ക് മണമില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം വലിയ രസമൊന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കയറി പോലെ ഉണ്ടാവുള്ളൂ. എൻ്റെ മകൾ അറിയാണ് ഇതിൻ്റെ അടുത്ത് പെരയുള്ളവർക്ക് എന്തോ ഒരു സുഖമല്ലേ, അവർക്കൊക്കെ പോകാനേ അറിയണ്ടല്ലോ ഇനി. അപ്പം ഇങ്ങനെ 2-3 ആൾക്കാർ വന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്കെന്നാ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ പറഞ്ഞുവിടേനോ, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് അതിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞുവിടേനോ, എന്നാൽ ചിലപ്പം വേറെ ആൾക്കാർ വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നോടെ. ഞങ്ങളതൊന്നും ഉറപ്പിച്ചാൻ പറ്റൂലേ, ഇന്ന് ചിലപ്പം നേരം വെളുക്കുമ്പോഴേക്കാരും ഓരോന്നായിട്ട് ധാരണ ആകല്, അത് വരെ തീരുമാനമാവില്ല. അല്ലെങ്കിൽ തീരുമാനമാക്കി വെച്ച് ചിലപ്പോൾ അപ്പം വെച്ച് ക്യാൻസലാവുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ആരോടും ഒരു വാക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂലേ. അപ്പം അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ കാണുക എന്നല്ലാതെ. ഏതായാലും ഞാൻ നോക്കട്ടെ, അങ്ങനെ കൊടുക്കാൻ പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ ഏതായാലും നേരം രാത്രിയായിണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഗുഹ ഉണ്ട്, ഇതിപ്പം തുറന്നതാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി വെക്കാൻ വിചാരിച്ചു. ഇതിന് ടിക്കറ്റ് എത്ര 50 ഉറുപ്പ്യ അങ്ങനെന്തോ ടിക്കറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അതിനൊക്കെ പോയിട്ട് വലിയ ഏതെങ്കിലും കാര്യമായിട്ട് കയറാനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊന്ന് കയറി വെക്കാറുണ്ട്, അതിക്ക് ടിക്കറ്റ് എടുത്ത് കയറി വെക്കുകയാണ്. നമുക്കത് വീഡിയോ പിടിച്ചും ചെയ്യാം, എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ ഇതാ ഗുഹ തുറന്നു. ഇവിടെയൊക്കെ പാട്ടുണ്ട്, പാട്ട് പിന്നെ ഞാനായിട്ട് ഒഴിവാക്കി. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പാട്ട് ഇങ്ങനെ കേൾക്കും. കുറച്ചുള്ളോട്ടവിടെ പോകുമ്പോൾ നിശബ്ദമായിട്ട് വരും കേട്ടോ. ആ പാട്ടൊക്കെ അവിടെ പോയിട്ട് പിന്നെ ഇരുട്ടുമായി. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ നല്ല ധൈര്യമായിട്ട് നടക്കണമൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ചവിടെ എത്തിയിട്ട് കാണാം നമുക്ക്. അപ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഉള്ളിക്കാട് പോകാൻ പറഞ്ഞിട്ടായില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഇരുട്ട് ഇങ്ങനെ കൂടി വരും. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ഓരോ വെളിച്ചും പിന്നെ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഓരോ ഒച്ചപ്പാട് ഇങ്ങനെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പം തന്നെ ഉള്ളിക്ക് ചെറിയൊരു ബേജാറ് ഇങ്ങനെ കൊടുങ്ങും. വലിയവർക്ക് ഇത് അറിയാം അത് ഉണ്ടാക്കിയാണെന്ന്, കുട്ടിയേക്ക് തന്നെ. അപ്പോൾ ഓൽക്ക് നല്ല രസേനി. അവിടെ ആളുണ്ട്, കുട്ടികളുണ്ട്, കൊരൊന്ന് കുറച്ചാണ്. അടിപൊളി.
അപ്പം അതിൻ്റെ ഉള്ളിൽ ഇതാ അതേമാതിരി ഒരു കാട് തന്നെ സെറ്റ് ചെയ്തിക്കാണ്. അതിൽ കുറേ മൃഗങ്ങളും അതിനൊരു ഇളക്കും കാര്യവും സൗണ്ടൊക്കെ കൊടുത്തേട്ടെ. അപ്പം ഇത് ശരിക്കും ഇതുണ്ടാക്കിയാലും ശരിക്കും സമ്മതിച്ച് തന്നെ വേണം. കണ്ടില്ലേ, ചെറിയ പാമ്പ്, കിളിക്കൂട്, ഇതൊന്നും ആരും അത്ര ശ്രദ്ധിക്കൂല. അതൊക്കെ കണ്ടില്ലേ, മടൻ്റെ ഉള്ളിൽ നിന്ന് പാളി വെക്കണ എന്തോ ഒരു ആമ, അങ്ങനെ എന്തോ ജന്തു, ഇങ്ങനെ ഇതൊക്കെ നല്ല കലാപരമായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഒരു വെള്ളച്ചാട്ടവും വെള്ളം വരുന്നതും ആന തുമ്പിക്കൈയോട് ചീറ്റണതും അങ്ങനെ എല്ലാ സംഭവവും ഉണ്ടാക്കി വെച്ചാണ്. ഒരു നല്ലൊരു കലാകാരന്മാർ ചെയ്ത് തന്നെയാണ് അത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. 20 രൂപ ടിക്കറ്റിന് തോന്നുന്നുണ്ട്. അതേതായാലും മുതലാവും ഉള്ളിൽ കയറിയാൽ. ഈ ചിമ്പാൻസി കണക്കല്ലേ? എന്താ കുറച്ചേരം അതിൻ്റെ ഉള്ളിലത്തൊക്കെ ഒന്ന് കണ്ടായിട്ട് ഏതായാലും പോരാൻ നിൽക്കേനി. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ ഉണ്ട് ഈ ഒരു സാധനം കൂടിയും കാണുന്നത്. എന്നാൽ പിന്നെ ഇതിലും കൂടിയും കയറണം എന്നൊരു വാശി. അങ്ങനെ പിന്നെ അതിലും കയറ്റി, രണ്ടാളും കൂടി ഒപ്പാട് കയറ്റി കൊടുത്ത്. ഒറ്റക്കായിട്ട് ബേജാറുണ്ടാവുമല്ലോ ലിച്ചുവിന്. അപ്പോൾ പിന്നെ രണ്ടാളും ഒന്നിൽ കയറിട്ട് പറഞ്ഞു. ഓല് പറഞ്ഞ് രണ്ടാളും വേറെ വേറെ ഇരിക്കണം എന്ന് പറഞ്ഞ്. അത് പറ്റൂല, ഒന്നിലിരുത്താണെങ്കിൽ കയറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഏതായാലും ഇട്ട് കൊടുത്തേണ്. അപ്പം ഇങ്ങനെ ഫസ്റ്റ് പതുക്കെ ഇങ്ങനെ കറങ്ങാണ്. അപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ഊക്കൂടിയപ്പം കണ്ണും ഒക്കെ ചിമ്മൽ തുടങ്ങി. പിന്നെ തോനെ കുട്ടികളൊന്നും ഇല്ല, നേരെ ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലൊന്നും ആളൊന്നുമില്ല. അപ്പോൾ ഇത് സംഭവം നല്ല രസമുണ്ട്. അതിനൊപ്പിച്ച് മുട്ടും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് ഓലിങ്ങനെ, പിന്നെ ഇടയ്ക്ക് ഓരോരുത്തർ ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ നിർത്തണമൊക്കെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ കുറച്ചു നേരം അങ്ങനെ കറക്കാനുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ നമ്മളെ ലിയക്കുട്ടി നിലത്തുനിന്ന് പെരുമ്പ് വിളിച്ചാണ് ഓല് മേലൊക്കെ കയറി പോകണ്ടിട്ടേ. ഓക്കെ എങ്ങനെ പോയതെന്ന് അറിയണം. അപ്പോൾ ഗേറ്റിങ്ങൾക്ക് പായാണ്. പിന്നെ ഏതായാലും എടുത്ത് കാട്ടി കൊടുക്കുക. പിന്നെ ഏതായാലും കുറേ നേരം അവിടെ നിന്നില്ലേ, കണ്ടില്ല, നേരെ നല്ല ഇഷ്ടായിന്. അപ്പം ഇനിയിപ്പോൾ ഏതായാലും പെരേക്ക് പോയിട്ട് വിചാരിച്ച് കുട്ടികൾക്കൊക്കെ ഉറക്കം വരലും ക്ഷീണമൊക്കെ തുടങ്ങും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പൂതിക്കാത്രം കാലോടിയായിട്ട് ഇനി ഏതായാലും അവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ രാത്രി കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങളൊരു 7 മണി 7:30 ഉള്ളിലാണ് അവിടുന്ന് മടങ്ങിയത്. അപ്പോൾ അതുവരെ അവിടെ അടച്ചിട്ടൊന്നുമില്ല, ആൾക്കാരൊക്കെ പിന്നെയുണ്ട്. അപ്പം ഇനിയിപ്പോൾ എത്ര മണിക്ക് അത് അവിടെ അടക്കലെന്നൊന്നും ശരിക്കും അറിയില്ല കേട്ടോ. കൊറോണ ആയതുകൊണ്ട് ഇപ്പം ഇനി തുറന്നണോന്ന് തന്നെ അറിയില്ല. ഇപ്പം ഈ മയക്കൊടുതി ഇതൊക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങൾ പിന്നെ അടച്ചിടണമല്ല, ഈ പെട്ടണമെന്ന് അറിയില്ല. ഏതായാലും ഞങ്ങളവിടുന്ന് മടങ്ങുകയാണ്. അപ്പം ഇനി പോരിനെ വയ്ക്കുന്ന കുറച്ച് പാഴ്സൽ ചോറൊക്കെ വാങ്ങിയിട്ട് ഇവിടെ പോന്നിക്കേനി. ഒരു 9 മണി 9:30 ആയപ്പോക്കിന് പെരയിൽ തിരിച്ചെത്തുകയും ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്.